നമസ്കാരം. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്നും വീണ്ടും ലോകത്തെ ഞെട്ടിക്കുന്ന ക്രൂരവും വിചിത്രവുമായ കൽപ്പനകൾ പുറത്തുവരികയാണ്. തോക്കിൻ മുനയിൽ അധികാരം പിടിച്ചെടുത്ത നാൾ മുതൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് മേൽ ഒന്നൊന്നായി കരിനിഴൽ വീഴ്ത്തിയ താലിബാൻ ഭരണകൂടം ഇപ്പോൾ അഫ്ഗാൻ സ്ത്രീകളുടെ വ്യക്തി ജീവിതത്തെയും വിവാഹ സ്വാതന്ത്ര്യത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്ന പുതിയ കുടുംബ നിയമം രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുകയാണ്. പുതിയ ചട്ടപ്രകാരം വിവാഹാലോചനാ വേളയിൽ കന്യകയായ ഒരു പെൺകുട്ടി പുലർത്തുന്ന മൗനത്തെ അവളുടെ പൂർണ്ണ സമ്മതമായി കണക്കാക്കാം. താലിബാന്റെ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖുൻസദ നേരിട്ട് അംഗീകാരം നൽകിയ പ്രിൻസിപ്പിൾസ് ഓഫ് മാരിറ്റൽ സെപ്പറേഷൻ എന്ന തലക്കെട്ടിലുള്ള 31 വകുപ്പുകളുള്ള പുതിയ ചട്ടത്തിലാണ് ഈ വിചിത്ര നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയായി ഏതൊരു ജനാധിപത്യ പരിഷ്കൃത സമൂഹത്തിലും വിവാഹം എന്നത് ഇരു വ്യക്തികളുടെയും പരസ്പര സമ്മതത്തോടെയും താല്പര്യത്തോടെയും നടക്കേണ്ട ഒന്നാണ്. എന്നാൽ താലിബാന്റെ പുതിയ കുടുംബ നിയമം ഈ അടിസ്ഥാന മനുഷ്യാവകാശത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. പുതിയ ചട്ടത്തിലെ പ്രധാന വകുപ്പുകൾ പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു പെൺകുട്ടിക്ക് തനിക്ക് താല്പര്യമില്ലാത്ത വിവാഹാലോചനകളോട് പരസ്യമായി അല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സാഹചര്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നിലവിലില്ല. ഭയം കൊണ്ടോ സങ്കടം കൊണ്ടോ ഒരു പെൺകുട്ടി മിണ്ടാതിരുന്നാൽ അത് വിവാഹത്തിനുള്ള പച്ചക്കൊടിയായി വീട്ടിലെ പുരുഷന്മാർക്കും മത നേതാക്കൾക്കും വ്യാഖ്യാനിക്കാം. പെൺകുട്ടികളുടെ മനസ്സറിയാനോ അവരുടെ താല്പര്യങ്ങൾ ചോദിച്ചറിയാനോ ഉള്ള യാതൊരു അവകാശവും കുടുംബാംഗങ്ങൾക്കോ സമൂഹത്തിനോ ഇല്ലെന്ന് ഈ നിയമം പറയുന്നു. ചുരുക്കത്തിൽ, പെൺകുട്ടികളെ കേവലം ഒരു വസ്തുവായി കണ്ട് കൈമാറുന്ന പഴയ മധ്യകാല സമ്പ്രദായങ്ങൾക്ക് താലിബാൻ നിയമപരമായ അംഗീകാരം നൽകിയിരിക്കുകയാണ്. 31 വകുപ്പുകളിലെ കരിനിയമങ്ങൾ ഇവയാണ്. ഹിബത്തുള്ള അഖുൻസദ ഒപ്പുവെച്ച പുതിയ ചട്ടത്തിൽ കന്യകമാരുടെ മൗനത്തെക്കുറിച്ചുള്ള പരാമർശം മാത്രമല്ല ഉള്ളത്. പ്രായപൂർത്തിയാകാത്തവരുടെ വിവാഹം, വിവാഹമോചനം, പുരുഷ രക്ഷാധികാരിയുടെ സർവാധിപത്യം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. പുതിയ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ കുടുംബത്തിലെ പുരുഷ രക്ഷാധികാരിക്ക് പൂർണ്ണമായ അധികാരം നൽകുന്നു. പെൺകുട്ടിക്ക് ശാരീരികമായോ മാനസികമായോ വിവാഹപ്രായമായിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതില്ല. പിതാവോ സഹോദരനോ അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരോ തീരുമാനിച്ചാൽ ഏത് പ്രായത്തിലുള്ള പെൺകുട്ടിയെയും വിവാഹം എന്ന പേരിൽ മറ്റൊരാൾക്ക് കൈമാറാം. സ്ത്രീകളുടെ വിവാഹമോചന അവകാശം പൂർണ്ണമായും ഇല്ലാതാക്കി. ഇസ്ലാമിക നിയമപ്രകാരം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള വിവാഹമോചന അവകാശമാണ് ഖുല. എന്നാൽ താലിബാന്റെ പുതിയ നിയമം ഈ അവകാശത്തെ കഠിനമായ നിബന്ധനകൾ വെച്ച് ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഒരു സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് ക്രൂരമായ പീഡനം നേരിടേണ്ടി വന്നാൽ പോലും അവൾക്ക് സ്വയം വിവാഹമോചനം ആവശ്യപ്പെടാൻ കഴിയില്ല. ഭർത്താവിന്റെ സാന്നിധ്യത്തിലോ അവന്റെ പൂർണ്ണമായ സമ്മതത്തോടെയോ മാത്രമേ ഇനിമേൽ സ്ത്രീകൾക്ക് വിവാഹമോചനം സാധ്യമാകൂ. ക്രൂരനായ ഒരു ഭർത്താവ് സമ്മതിക്കാത്ത പക്ഷം ആ സ്ത്രീക്ക് തന്റെ ജീവിതകാലം മുഴുവൻ ആ നരകത്തിൽ തന്നെ കഴിയേണ്ടി വരും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അഫ്ഗാനിസ്ഥാനിൽ ഒരു സ്ത്രീയും സ്വതന്ത്രയല്ല. അവർക്ക് സ്വന്തമായി ഒരു തീരുമാനവും എടുക്കാൻ കഴിയുകയുമില്ല. രക്ഷാധികാരിയായ പുരുഷന്റെ അച്ഛൻ, ഭർത്താവ്, മകൻ അല്ലെങ്കിൽ സഹോദരന്റെ അനുമതിയില്ലാതെ സ്ത്രീകൾക്ക് സ്വയം വിവാഹം കഴിക്കാൻ സാധിക്കില്ല. കൂടാതെ ഭർത്താവ് മരിച്ച സ്ത്രീകളുടെ പുനർവിവാഹത്തിനും കർശനമായ നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീയുടെ ജീവിതം അടുത്തതായി ആര് നിയന്ത്രിക്കണമെന്ന് തീരുമാനിക്കുന്നതും ഈ പുരുഷ രക്ഷാധികാരിമാരാണ്. 2021 ഓഗസ്റ്റിൽ അമേരിക്കൻ സൈന്യം പിന്മാറിയതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ പിടിച്ചെടുത്തപ്പോൾ തങ്ങൾ പഴയ താലിബാൻ അല്ലെന്നും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നുമാണ് അവർ ലോകത്തിന് നൽകിയ ഉറപ്പ്. എന്നാൽ അധികാരം ഉറപ്പിച്ചതിന് തൊട്ടു പിന്നാലെ അവരുടെ യഥാർത്ഥ മുഖം അവർ പുറത്തെടുത്തു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്ത്രീകൾക്കെതിരെ താലിബാൻ വിവിധ കരിനിയമങ്ങൾ നടപ്പിലാക്കി. 2021 സെപ്റ്റംബറിൽ പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം നിരോധിച്ചു. ലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടമായി. 2022 മെയ്യിൽ സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ പൂർണ്ണമായി മുഖം മറയ്ക്കുന്ന ബുർഖ ധരിക്കണമെന്ന് നിർബന്ധമാക്കി. സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യം പൂർണ്ണമായി ഹനിക്കപ്പെട്ടു. 2022 ഡിസംബറിൽ സർവകലാശാലകളിൽ സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസം നിരോധിച്ചു. പെൺകുട്ടികൾ ഡോക്ടറോ എഞ്ചിനീയറോ ആകാനുള്ള സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു. 2023 ജനുവരിയിൽ NGOകളിലും ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസുകളിലും സ്ത്രീകൾ ജോലി ചെയ്യുന്നത് വിലക്കി. രാജ്യത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വരുമാനമില്ലാതാക്കി. 2023 ജൂലൈയിൽ രാജ്യത്തുടനീളമുള്ള ബ്യൂട്ടി പാർലറുകൾ പൂട്ടിച്ചു. 60,000-ത്തിലധികം സ്ത്രീകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. 2024 ഓഗസ്റ്റിൽ വൈസ് ആൻഡ് വെർച്യു നിയമം വഴി പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് നിരോധിച്ചു. സ്ത്രീകളുടെ ശബ്ദം പൊതുയിടങ്ങളിൽ പൂർണ്ണമായി നിശബ്ദമാക്കപ്പെട്ടു.
2026 മെയ്യിൽ, അതായത് ഇപ്പോൾ, കന്യകമാരുടെ മൗനം വിവാഹസമ്മതമായി കണക്കാക്കുന്ന പുതിയ കുടുംബ നിയമം നടപ്പിലാക്കി. സ്ത്രീകളുടെ വ്യക്തിജീവിതവും വിവാഹ സ്വാതന്ത്ര്യവും പൂർണ്ണമായും ഇല്ലാതായി. ചില മാസങ്ങൾക്ക് മുൻപാണ് താലിബാൻ ഭരണകൂടം വൈസ് ആൻഡ് വെർച്യു എന്ന പേരിൽ മറ്റൊരു ക്രൂരമായ നിയമം കൊണ്ടുവന്നത്. ആ നിയമപ്രകാരം സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കാനോ പാട്ടുപാടാനോ പുസ്തകം വായിക്കാനോ പാടില്ല. സ്ത്രീകളുടെ ശബ്ദം ഔറത്ത് അതായത് മറച്ചുവെക്കേണ്ടതാണെന്നാണ് താലിബാന്റെ വാദം. അതുകൊണ്ടാണ് പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ സംസാരിച്ചാൽ അത് പുരുഷന്മാരെ വഴിതെറ്റിക്കുന്ന രീതിയാകുമെന്ന് അവർ വിശ്വസിച്ചത്. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ സംസാരിക്കുന്നത് കുറ്റകരമാക്കിയ അതേ ഭരണകൂടം തന്നെയാണ് ഇപ്പോൾ വീടിനുള്ളിൽ പെൺകുട്ടികൾ മിണ്ടാതിരുന്നാൽ അതിനെ വിവാഹത്തിനുള്ള സമ്മതമായി സ്വീകരിക്കണം എന്നും പറയുന്നത്. അതായത് അഫ്ഗാൻ സ്ത്രീകൾ എവിടെ സംസാരിക്കണം, എവിടെ മിണ്ടാതിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പുരുഷാധിപത്യ മത നിയമങ്ങളാണ്. സംസാരിച്ചാൽ ജയിൽ ശിക്ഷ, മിണ്ടാതിരുന്നാൽ നിർബന്ധിത വിവാഹം. ഇതാണ് ഇന്നത്തെ അഫ്ഗാൻ സ്ത്രീകളുടെ അവസ്ഥ. താലിബാന്റെ ഈ പുതിയ കുടുംബ നിയമത്തിനെതിരെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, അംനസ്റ്റി ഇന്റർനാഷണൽ തുടങ്ങിയ സംഘടനകൾ നിയമത്തെ മനുഷ്യാവകാശ ലംഘനം എന്നാണ് വിശേഷിപ്പിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ സ്വന്തം രാജ്യത്ത് തടവുകാരെ പോലെയാണ് ജീവിക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസം, ജോലി, യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് ശേഷം ഇപ്പോൾ അവരുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശവും താലിബാൻ കവർന്നെടുത്തിരിക്കുന്നു. എന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും വെറും പ്രസ്താവനകൾക്കപ്പുറം ശക്തമായ നടപടികളൊന്നും ഉണ്ടാകുന്നുമില്ല. ഇതും ഖേദകരമായ വസ്തുതയാണ്. ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും താലിബാൻ തങ്ങളുടെ കരിനിയമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. തോക്കിന് മുന്നിൽ ജീവിക്കുന്ന, സ്വന്തം വീടിന് പുറത്തിറങ്ങാൻ പോലും പുരുഷന്റെ അനുമതി വേണ്ടിവരുന്ന ഒരു രാജ്യത്ത് തനിക്ക് താല്പര്യമില്ലാത്ത വിവാഹാലോചനയോട് എനിക്ക് സമ്മതമല്ല എന്ന് പരസ്യമായി വിളിച്ചു പറയാൻ ഏത് പെൺകുട്ടിക്കാണ് ധൈര്യമുണ്ടാവുക? അവിടെ പെൺകുട്ടികൾ പുലർത്തുന്ന മൗനം അവരുടെ സമ്മതമല്ല, പ്രതികരിച്ചാൽ ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയത്തിന്റെ ആഴമാണ്. ആ ഭയത്തെയാണ് ഇവിടുത്തെ ഭരണകൂടം തങ്ങളുടെ ആചാരമായി ലജ്ജയില്ലാതെ പ്രഖ്യാപിക്കുന്നത്. ഇതിലും വലിയൊരു വിരോധാഭാസം മറ്റെന്താണുള്ളത്? പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കുറ്റകരമാക്കിയ, അവരുടെ ശബ്ദം പുറത്തു കേൾക്കുന്നത് പാപമാണെന്ന് പറയുന്ന അതേ താലിബാൻ തന്നെയാണ് ഇപ്പോൾ പെൺകുട്ടികൾ മിണ്ടാതിരുന്നാൽ അതിനെ വിവാഹത്തിനുള്ള സമ്മതമായി സ്വീകരിക്കുമെന്ന് നിയമമുണ്ടാക്കുന്നത്. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം, ആധുനിക 21ാം നൂറ്റാണ്ടിലും ഒരു രാജ്യത്തെ പകുതിയോളം വരുന്ന ജനസംഖ്യയെ ജീവനോടെ കുഴിച്ചുമൂടുന്ന ഈ ക്രൂരതയ്ക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം വെറും കാഴ്ചക്കാരായി നിലനിൽക്കുന്നു എന്നതാണ്. ലോകമെമ്പാടും ഇസ്ലാമിക ഭീകരതയും കടുത്ത സ്ത്രീ വിരുദ്ധതയും അഴിഞ്ഞാടുമ്പോഴാണ് ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ മുത്തലാഖ് നിരോധനത്തിലൂടെയും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതികളിലൂടെയും സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിക്കപ്പെടുന്നതെന്ന കാര്യം നാം ഓർക്കണം. അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അഭയമേകാൻ ഭാരത സർക്കാർ CAA നടപ്പിലാക്കിയതിന്റെ പ്രസക്തി ഇത്തരം ക്രൂരമായ വാർത്തകൾ പുറത്തു വരുമ്പോൾ ലോകത്തിന് കൂടുതൽ ബോധ്യപ്പെടുകയാണ്. താലിബാന്റെ ഈ നരനായാട്ടിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഇനിയെങ്കിലും വെറും പ്രസ്താവനകളിൽ ഒതുങ്ങാതെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.